അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ഇങ്ങ് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ക്രിസ്മസ് തലേന്നാണ് കേട്ടോ. അപ്പം കുട്ടികൾ കുറേ ദിവസമായിട്ട് പറയുകയാണ് അവർക്ക് ക്രിസ്മസ് കരോളിന് പോകണമെന്ന്. പക്ഷേ എക്സാം ഇന്നലെയല്ലേ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തായാലും നമുക്ക് ക്രിസ്മസിൻ്റെ അന്ന് തലേന്ന് എന്തായാലും കരോളിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ കുറച്ച് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മളിത് ആ കരോളിന് പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ആദ്യം കയറി 1-2 വീടുകളിൽ അവർക്ക് ഭയങ്കര മടിയായിരുന്നു ഡാൻസൊക്കെ കളിക്കാൻ വേണ്ടി. പക്ഷേ ഇവർക്ക് ഭയങ്കര താല്പര്യമുണ്ട്. പക്ഷേ ഒരു ചമ്മലൊക്കെ കൊണ്ട് കളിക്കാൻ ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചും കൂടെ ദൂരോട്ട് വീടിൻ്റെ കുറച്ച് ദൂരെയൊക്കെയുള്ള വീടുകളിലോട്ടൊക്കെയാണ് പോയത്. നമ്മളെല്ലാവരും കൂടി നടന്നാണ് കേട്ടോ പോയത്. അവിടോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞപ്പം പിന്നെ ഇയാൾ കുറച്ചും കൂടെയൊക്കെ കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് കുറച്ചും കൂടെ നന്നായിട്ടൊക്കെ കളിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നല്ല അടിപൊളി ടീംസിൻ്റെയൊക്കെ പരിപാടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് നല്ലതായിട്ട് ഒരു എനർജി കിട്ടിയ പോലെയായി. പിന്നെ അവർ കയറിയ വീടുകളിലൊക്കെ കുറച്ച് ഇവരെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നന്നായിട്ട് ഡാൻസ് കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടികളല്ലേ അവരൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ പോയി ഡാൻസ് കളിക്കുക, ഓരോ വീടുകളിൽ കരോളിന് പോകുക എന്നൊക്കെ ഉള്ളത്. അപ്പം നടന്ന് നടന്ന് നമ്മൾ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾ നന്നായിട്ട് ക്ഷീണിച്ചു. ഞാനാണെങ്കിൽ അല്ലൂരെയും കൊണ്ടായിരുന്നു ആദ്യം വന്നത്. പിന്നെ അല്ലു ഉറങ്ങി. അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ട് കിടത്തി അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് പിന്നെ നമ്മൾ കുറച്ചും കൂടി വീടുകളിൽ കയറാം. കുട്ടികളാണെങ്കിൽ വീട്ടിൽ പോകാൻ സമ്മതിക്കുന്നില്ല. നമുക്ക് അടുത്ത വീട്ടിൽ കയറാം എന്ന് പറഞ്ഞിങ്ങനെ നടക്കുകയായിരുന്നു. പോകുന്ന വഴിക്കുള്ള എല്ലാ വീടുകളിലെയും പുൽക്കൂടുകൾ കാണാൻ വളരെ മനോഹരമായ പുൽക്കൂടുകളായിരുന്നു. ഒരെണ്ണം കണ്ടു കഴിയുമ്പോൾ നമ്മൾ അടുത്തത് കാണുമ്പോൾ അതിനേക്കാൾ മനോഹരമായ പുൽക്കൂടുകളായിരുന്നു. എങ്ങനെയൊക്കെ ഒരുക്കാം അതിൻ്റെ മാക്സിമം ഒരുക്കി വെച്ചിരിക്കുന്ന പുൽക്കൂടുകളാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. അങ്ങനെ ഞങ്ങളിതാ ലാസ്റ്റായി കുട്ടികളെല്ലാം നന്നായിട്ട് ക്ഷീണിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു എങ്കിൽ നമുക്ക് പോകാം. നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുമുള്ള കുറേ വീടുകളൊക്കെ നമുക്ക് കയറാൻ പറ്റിയിരുന്നു. അപ്പോൾ നമുക്ക് രാത്രിയാകുകയും ചെയ്തു. ഒരു 9 മണിയൊക്കെ ആയി. അപ്പോൾ നമ്മൾ പറഞ്ഞതേ പോകാം എന്നും പറഞ്ഞ് നമ്മളിതാ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പം കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമായി. അവർക്ക് എല്ലാ വീടുകളിലും കയറി കളിക്കാൻ പറ്റി. പിന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറയാൻ പറ്റി. ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയിലും ഒരുപാട് കരോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായ കരോളുകളായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിലെന്താ കരോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം ആൺകുട്ടികളായിരുന്നു കേട്ടോ. നമ്മൾ പോയത് പെൺകുട്ടികളായിട്ടായിരുന്നു. ഇതെല്ലാം ആൺകുട്ടികളുടെ കരോളാണ്. അങ്ങനെ പിന്നെ നമുക്ക് കിട്ടിയ കുഞ്ഞി കുഞ്ഞി പൈസകളൊക്കെ ഉണ്ടല്ലോ, ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും അവരൊരു കുറച്ച് പൈസയൊക്കെ നമുക്ക് തരുമല്ലോ. അതൊക്കെ നമ്മൾ വാങ്ങി കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും പറ്റുന്ന പോലെയൊക്കെ അവർക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കുട്ടികൾക്കൊക്കെ കൊടുത്തു. വീണ്ടും വീണ്ടും കരോളുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.